നരേന്ദ്രമോദിയെ മലർത്തിയടിക്കാൻ കെൽപ്പുള്ള ആരുണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ? ആരായിരിക്കും നരേന്ദ്രമോദിയുടെ എതിരാളി? ഇതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച. ഏതായാലും ഹാർദിക് പട്ടേലിന്റെ പേര് കഴിഞ്ഞ കുറേ നാളുകളായി ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രസ്റ്റീജ് മണ്ഡലമായ വാരണാസിയിൽ നരേന്ദ്രമോദിയെ മലർത്തിയടിക്കാൻ ഹാർദിക് പട്ടേൽ ഇറങ്ങുമെന്ന സൂചനകളാണ് തുടക്കം മുതലുള്ളത്. ആരായിരിക്കും ആ VVIP മണ്ഡലത്തിലെ നരേന്ദ്രമോദിയുടെ എതിരാളി? ആർക്കായിരിക്കും അതിനുള്ള ശക്തി ഉണ്ടാവുക? ഇത്തരത്തിലുള്ള ചൂടുപിടിച്ച ചർച്ചകൾ കഴിഞ്ഞ കുറേ ദിവസമായി ദേശീയ രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഹാർദിക് പട്ടേൽ തന്നെയായിരിക്കുമെന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ട് ഹാർദിക് പട്ടേൽ തന്നെ പലപ്പോഴായി രംഗത്ത് വന്നിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചും ഒരു പ്രസ്റ്റീജ് പോരാട്ടമാണ് വാരണാസിയിൽ. കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി ഗംഗാസ്നാനം നടത്തി തുടങ്ങിവെച്ച ഒരു പോരാട്ടത്തിന്റെ ഊർജ്ജമുണ്ട്. അതിനെ ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി ഏത് രീതിയിലും നരേന്ദ്രമോദിയുടെ പിടി അയച്ചു കളയുക, ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് നരേന്ദ്രമോദിയെ തൂത്തെറിയുക എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ തന്ത്രം. അതിനായുള്ള അടവുകൾ ചാണക്യതന്ത്രം പയറ്റിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള നേതാക്കൾ. ഏറ്റവും ഒടുവിൽ ഈ ചൌക്കീദാർ പ്രയോഗത്തിന്മേലുള്ള കളിയാക്കലും പരിഹാസവും ഒക്കെ ഒരു വശത്ത് നടക്കുമ്പോഴും മേംഭി ചൌക്കീദാർ എന്ന് പറഞ്ഞ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കേന്ദ്രമന്ത്രിമാരുടെയും ഒക്കെ സ്റ്റാറ്റസിന് ട്വീറ്ററിനൊക്കെ വലിയ പ്രതികരണം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും ഹാർദിക് പട്ടേലിന്റെ ഒരു ചടുലമായ നീക്കം ഇപ്പോൾ നടക്കുന്നുണ്ട്. വാരണാസിയിൽ നരേന്ദ്രമോദിയെ, പ്രധാനമന്ത്രിയെ തന്നെ മറികടക്കുക എന്നുള്ളതാണ് ഹാർദിക് പട്ടേലിന് മുന്നിൽ ഇപ്പോഴുള്ള ഒരു തുറുപ്പുചീട്ട്. അതായത് ആ തുറുപ്പുചീട്ട് കോൺഗ്രസ് തന്നെയാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത്. അതായത് വലിയ വിജയത്തിൽ കുറഞ്ഞതൊന്നും വാരണാസിയിൽ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നില്ല. കാരണം എതിരാളി നരേന്ദ്രമോദിയാണ്. പെട്ടെന്നൊന്നും തൂത്തെറിയാൻ പറ്റുന്ന ഒരു നേതാവല്ല നരേന്ദ്രമോദി. അനിഷേധ്യനായ നേതാവാണ് ദേശീയ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ മോദിക്ക് മുന്നിൽ മൊട്ടയിടാൻ ആരായിരിക്കും, തോറ്റു തുന്നം പാടാൻ ആരായിരിക്കും വരിക എന്നുള്ളതും രാഷ്ട്രീയ ഇന്ത്യ ഉറ്റുനോക്കുകയാണ്. ഏതായാലും ചൌക്കീദാറിനെ നേരിടാൻ ബെർജോഗർ എന്ന് പറഞ്ഞുകൊണ്ട് പോരാടാൻ ഉറച്ചാണ് ഹാർദിക് പട്ടേൽ വന്നിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കളത്തിൽ BJP കോൺഗ്രസ് പ്രചാരണ യുദ്ധം മുറുകുന്നതിനിടെയാണ് പുതിയ തന്ത്രവുമായി ഹാർദിക് പട്ടേൽ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ജാംനഗറിൽ നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ഹാർദിക് പട്ടേൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൌക്കീദാർ ക്യാമ്പയിനെ നേരിടാൻ ബെർജോഗർ ക്യാമ്പയിനുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഹാർദിക് പട്ടേൽ. അതായത് വാരണാസിയിൽ നിന്നും കളം മാറ്റി ചവിട്ടി ഇരിക്കുകയാണ് ഇപ്പോൾ. ഇനി ബെർജോഗർ എന്ന തൊഴിൽ രഹിതൻ എന്ന അർത്ഥം വരുന്ന, അതായത് രാഹുൽ ഗാന്ധിയുടെ കാവൽക്കാരൻ കള്ളനാണ് എന്ന പരാമർശത്തിന്റെ ചുവട് പിടിച്ച് ഞാനും കാവൽക്കാരനാണ് എന്ന പേരിൽ നരേന്ദ്രമോദി ആരംഭിച്ച മേംഭി ചൌക്കീദാർ ക്യാമ്പയിൻ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുമ്പോൾ അതിനെ വെട്ടാനാണ് ഇപ്പോൾ ഹാർദിക് പട്ടേൽ വന്നിരിക്കുന്നത്. മോദിയെ പിന്തുണച്ച് ആയിരക്കണക്കിന് ആളുകളാണ് ചൌക്കീദാർ ക്യാമ്പയിനിൽ ഇപ്പോഴും പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ബെർജോഗാർ തരംഗം സൃഷ്ടിക്കാനുള്ള ഹാർദിക്കിന്റെ നീക്കം. അതായത് തൊഴിൽ രഹിതൻ എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന തൊഴിൽ രഹിതരായ യുവാക്കൾ തനിക്കൊപ്പം ഈ ക്യാമ്പയിനിൽ പങ്കുചേരുമെന്നുള്ളതാണ് ഹാർദിക്കിന്റെ പ്രതീക്ഷ. ഇതിനോടകം തന്നെ നിരവധി പേർ ട്വിറ്ററിൽ പേരിനൊപ്പം ബെർജോഗാർ എന്ന് ചേർത്ത് കഴിഞ്ഞു. അതായത് ചൌക്കീദാർ ബെർജോഗാർ പോരാട്ടമാണ് ഇന്ത്യ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹാർദിക്കിന്റെ നീക്കം ചർച്ചയായിരിക്കുന്നതോടെ പ്രതികരണവുമായി BJP രംഗത്ത് വന്നു കഴിഞ്ഞു. ആഡംബര കാറിൽ ചുറ്റി നടക്കുന്ന ഹാർദിക് തൊഴിൽ രഹിതനാണെന്ന് എങ്ങനെ പറയാൻ പറ്റും എന്നാണ് BJP നേതാവായ തപൻ തക്കാർ വിമർശിച്ചിരിക്കുന്നത്. അതായത് ഹാർദിക് പട്ടേൽ വാരണാസിയിൽ പറ്റാതെ ഇപ്പോൾ പുതിയ കളമിറക്കി കളിക്കുകയാണ് നരേന്ദ്രമോദിക്കെതിരെ. ആ തുറപ്പ് ചീട്ടൊന്നും ഇങ്ങോട്ട് വിലപ്പോവില്ല എന്ന് BJP പറഞ്ഞു കഴിഞ്ഞു. ചൌക്കീദാറിന് വലിയ പ്രചാരം കിട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ തൊഴിൽ രഹിതൻ എന്ന സ്റ്റാറ്റസുമായി ഇപ്പോൾ ഹാർദിക് പട്ടേൽ എത്തിയിരിക്കുന്നത് എന്നാണ് ശ്രദ്ധേയം.